ശ്രീമതി റിനി ആൻ ജോർജ് ചേരുന്നുണ്ട്. ശ്രീമതി റിനി ആൻ ജോർജ്, ഇവിടെ രാഹുൽ ഈശ്വർ ഈ അതിജീവിതത്തെ അധിക്ഷേപിക്കും മുൻപ് തന്നെ താങ്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തുകയും വൃത്തികേടുകൾ പറയുകയും താങ്കൾ പരാതി കൊടുക്കുകയും ആ പരാതിയിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതൊരു അറസ്റ്റിലേക്കൊന്നും പോയിരുന്നില്ല. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡിയും ഇപ്പോൾ ചോദ്യം ചെയ്യൽ കാര്യം അറിഞ്ഞിരുന്നോ? എന്താണ് പ്രതികരണം റിനി? ഞാൻ അറിഞ്ഞിരുന്നു. ആദ്യമേ തന്നെ ഈ വ്യക്തി എനിക്കെതിരെയും വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ഞാൻ വ്യാജ പരാതികൾ നൽകുന്നു, വ്യാജ കാര്യങ്ങൾ ഒരു യുവ നേതാവിനെ കുറിച്ച് ആരോപിക്കുന്നു തുടങ്ങി എന്നെ ഏതെല്ലാം വിധത്തിൽ തേജോവധം ചെയ്യാൻ പറ്റുമോ അതുപോലെ എല്ലാം ഈ വ്യക്തി തേജോവധം ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിൽ കാര്യമായൊരു നടപടി ഉണ്ടായില്ല എന്നതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, അതിന്റെ മേൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൽ വലിയൊരു പ്രതിഷേധവും മനസ്സിലുണ്ട്. അപ്പൊ ആ വേളയിലാണ് ഇപ്പൊ വേറൊരു ഇപ്പോ പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ ആ കുട്ടിയെയും ഇതുപോലെ തന്നെ വളരെ ക്രൂരമായി നിന്ദ്യമായി അപമാനിക്കുകയും അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുകയും അവളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിൽ ഒരു ആഹ്വാനങ്ങൾ നടത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ റിനി, നടത്തിയിരിക്കുന്നത്. അതാവുമോ അപ്പോൾ കാര്യം? എന്ന് പറഞ്ഞാൽ റിനിയും അതിജീവിത സ്റ്റാറ്റസിലേക്ക് എത്തിയ ആളല്ല. റിനി രാഹുൽ മങ്കൂട്ടത്തിൻ്റെ പേര് ഇപ്പോഴും പറയുന്നില്ല, യുവനേതാവ് എന്ന് തന്നെയാണ് പറയുന്നത്. പരാതിയുമായി പോയിട്ടുമില്ല. ഇത് പരാതിക്കാരിയാണ്, അതിജീവിതയാണ്. ഇര എന്ന് അതിജീവിത എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ സ്റ്റാറ്റസിൽ വരുന്ന ആളാണ്. അവരുടെ പേര് പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. അത് അവരുടെ മൗലികാവകാശമാണ്, അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വരാതിരിക്കൽ. അപ്പോൾ അങ്ങനെ പുറത്തു ഇരിക്കേണ്ട ഐഡൻറ്റിറ്റിയെ തെരുവിലേക്ക് അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നതിന് കുറച്ചുകൂടി ഗുരുതരാവസ്ഥയില്ലേ? അതുകൊണ്ടാകുമോ ഈ കേസിൽ നടപടി, റിനി? അതെ, തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷെ അതൊരു കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന രീതിയിലാകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം ഇതൊരു അതിജീവിതയാണ്, ഒരു ഇരയാണ്. നമുക്കറിയാം അവരനുഭവിച്ചിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് അവരൊരു പരാതിയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊരു വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ വ്യാജമായാണ് പറയുന്നത് എന്നെല്ലാം, അതെല്ലാം ആണെങ്കിൽ തന്നെ അത് തെളിയിക്കേണ്ടത് കോടതിയാണ്. അല്ലാതെ മറ്റുള്ളവർ ഇവിടെ വന്ന് അത് വ്യാജമാണ് അങ്ങനെയെല്ലാം പറയേണ്ട ഒരു ആവശ്യവുമില്ല. അത്തരത്തിൽ ആ കുട്ടിയെ അപമാനിക്കുന്നു. അത് കൂടാതെ നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അതായത് നമ്മുടെ നിയമത്തിൽ തന്നെ ഉണ്ട് ഇരയെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഡീറ്റെയിൽസ്, ഐഡന്റിറ്റി അവരുടെ താല്പര്യപ്രകാരം അല്ലാതെ ആർക്കും തന്നെ അത് പുറത്തുവിടാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. മീഡിയാസ് പോലും അത് ചെയ്യില്ല ഒരിക്കലും. അപ്പൊ അത് കർശനമായ നിയമമുള്ള സമയത്ത് പോലും ഈ വ്യക്തി അതിനായി ശ്രമിക്കുക, അതിന് ആഹ്വാനം ചെയ്യുകയും ചില സൈബർ ഗ്രൂപ്പുകൾ തന്നെ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് പുറത്തു വിടണം, അതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ആഹ്വാനം ചെയ്ത് ഈ കുട്ടിയെ അപമാനിക്കുന്നു. അതൊരു വലിയ തെറ്റാണ്. അതിങ്ങനെ വെറുതെ വിടരുത് എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി നിരന്തരമായി സ്ത്രീകളെ, ഇരകളെ, ഈ ഒരു കേസ് മാത്രമല്ല ഇതിനു മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസാണെങ്കിലും, ഹണി റോസിന്റെ കേസാണെങ്കിലും, മസ്താനി എന്ന കുട്ടിയുടെ കേസാണെങ്കിലും, അയ്യോ, ഈ സവാദ്, കേസുകളിലെല്ലാം ശരിയാണ്. തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ ന്യായമില്ലാത്ത കേസുകളിലൊക്കെ ഈ പറയുന്ന സവാദിൻ്റെ ഒക്കെ അഭിഭാഷകനായി വന്നിരുന്നും വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ആളുമാണ്. എന്തോ പുരുഷ കമ്മീഷനോ എന്തോ നിയമ ബില്ലോ പ്രൈവറ്റ് ബില്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുമാണ്. പോട്ടെ, റിനിയും ഇവിടെ അല്പം വസീഫ് പറയുകയായിരുന്നു, ഇത് ഒരുപക്ഷെ ഈ ഈ പരാതിക്കാരിക്ക് പിന്നാലെ കൂടുതൽ പരാതിക്കാരികൾ മുന്നോട്ടേക്ക് വരാതിരിക്കാനുള്ള ഗൂഢമായ അജണ്ട ഈ വേട്ടയ്ക്ക് പിന്നിലുണ്ടോ എന്ന സംശയം വസീഫിനെ പോലെ എനിക്കുമുണ്ട്. റിനിക്ക് ആ സംശയമുണ്ടോ? ഇതിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ അപമാനിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇനിയും വരുന്ന അതിജീവിതകൾ ആരും തന്നെ, ഇരകൾ ആരും തന്നെ മുന്നോട്ട് വരരുത്. മുന്നോട്ട് വന്നാൽ ഈ പെൺകുട്ടിയുടെ പോലെ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ ഐഡന്റിറ്റിയും ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരത്തും, നിങ്ങളെയും മോശക്കാരികളായിട്ടും ഇവിടെ ചിത്രീകരിക്കും എന്നുള്ള വലിയൊരു വാർണിംഗ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതുപോലെ ഗുരുതരമായ പരാതിയുള്ള മറ്റ് ഇരകളുടെ എന്തെങ്കിലും കാര്യം റിനിക്ക് വ്യക്തിപരമായി അറിയാമോ? റിനി, ഈ കേട്ടുകേൾവിയും പറഞ്ഞു കേൾവിയും അല്ലാതെ. അതായത് നമ്മളുടെ അടുത്ത് പേഴ്സണലി പലരും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം മാത്രമല്ല, അല്ലാതെയുള്ള കേസുകളും വേറെയും പ്രശസ്തരായ വ്യക്തികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന യുവനേതാവുമായി അടുപ്പമുള്ള മറ്റുള്ളവരെ കുറിച്ചൊക്കെ പരാതികളായിട്ട് നമ്മളുടെ അടുത്ത് പല സ്ത്രീകളും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ പുറത്ത് വന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു ഭയപ്പെട്ട്, അവർക്ക് എന്താ ഒരു ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു അതിജീവിതം മുന്നോട്ട് വരുമ്പോൾ ആ പെൺകുട്ടിയെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലിട്ട്
വലിച്ചു കീറുമ്പോൾ മറ്റു പെൺകുട്ടികളെ ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇനി ഒരു കേസും വരരുത്. അപ്പൊ ഇത് മാത്രമാണ് ഒരു കേസെന്ന് സമർത്ഥിക്കാനും ഇവൾ മോശക്കാരിയാണെന്ന് സമർത്ഥിക്കാനുമുള്ള ഒരു വലിയൊരു നാടകം, വലിയൊരു തിരക്കഥ തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.